ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. ഇത്തവണയും 2 ഉപമുഖ്യമന്ത്രിമാർ മന്ത്രിസഭയിലുണ്ടാകും. തേജസ്വി യാദവിനെ പ്രതിപക്ഷ നേതാവായി RJD നിയമസഭാ കക്ഷി യോഗം തീരുമാനിച്ചു. ബീഹാറിൽ 10ാം തവണയാണ് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ എത്തുന്നത്. പട്നയിലെ ഗാന്ധി മൈതാനത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. ഇത്തവണയും 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. BJPയിൽ നിന്ന് 16 പേരും JDUവിൽ നിന്ന് 14 പേരും മന്ത്രിസഭയിലേക്കെത്തും. LJPക്ക് 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകിയേക്കും. ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയ്ക്കും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ നൽകും. कितने मंत्री बन रहे हैं उसका नाम तो आ ही रहा है कि 35-36 मंत्री बनेंगे. उसमें 15-16 भाजपा के होंगे, 14-15 होंगे इनका JDU के, और 3 होंगे लोजपा के, और एक होंगे हिंदुस्तानी अवाम मोर्चा सेकुलर के और लोजपा. പട്നയിലെ തേജസ്വി യാദവിന്റെ വസതിയിൽ RJD നിയമസഭാ കക്ഷി നേതാക്കളുടെ യോഗം ചേർന്നു. ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, മിസാ ഭാരതി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 4 മണിക്കൂർ നീണ്ട യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയവും ചർച്ചയായി. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലെ ഭിന്നതകൾക്കിടെയായിരുന്നു യോഗം. തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ മൂത്തമകൻ തേജ് പ്രതാപ് യാദവ് NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. RJD വിട്ട സഹോദരി രോഹിണി ആചാര്യയും തേജ് പ്രതാപ് യാദവ് തന്റെ പാർട്ടിയായ ജനശക്തി ജനതാളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.